ലഹരി വിപത്തിനെതിരെ സൈക്കിളിൽ ചുറ്റി ബോധവൽക്കരണം നടത്താനൊരുങ്ങി 12 വീട്ടമ്മമാർ. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഷീ സൈക്ലത്തൺ നവംബർ 2-ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിക്കും. സേ നോ ടു ഡ്രഗ്സ്, CAS ടു ലൈഫ് മുദ്രാവാക്യമുയർത്തി 5 ജില്ലകളിലായി 235 കിലോമീറ്റർ സൈക്ലിംഗ് നടത്താനൊരുങ്ങുന്ന ഈ വീട്ടമ്മമാർക്ക് മെട്രോ 7 ന്യൂസും ആശംസകൾ നേരുന്നു. നാൽപ്പത്തിയഞ്ച് വയസ്സ് മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള വീട്ടമ്മമാരാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് സൈനബ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നത്. ഞാനിത് 3 വർഷമായി സൈക്ലിങ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ സീനത്ത് മാമും സാറും കൂടി ഒരു യത്നം ഏറ്റെടുത്ത് ഇത് നമ്മളിലേക്ക് നമ്മൾ 12 പേരെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചു. കാരണം അത്രയും ലഹരി നമ്മളുടെ ചുറ്റുപുറവും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മളുടെ മക്കളൊക്കെ അതിലൂടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ടായ ഒരു സന്ദേശം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു യാത്ര. എനിക്ക് സൈക്കിൾ ഒരു കുതിരയെ പോലെയാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു പാർട്ടാണ്. ഏത് ടൈമിലും ഞാൻ സൈക്കിൾ യൂസ് ചെയ്യാറുണ്ട്. 5 ജില്ലകളിലൂടെ 200-ലേറെ കിലോമീറ്ററുകൾ താണ്ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി സ്കൂളിലേക്കും പൊതു ഇടങ്ങളിലേക്കും ഇവരെത്തും. ഫോർട്ട് കൊച്ചി ബാസ്റ്റിൻ ബംഗ്ലാവിന് സമീപത്ത് നിന്നും നവംബർ 2-ന് വൈകിട്ട് സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളീയത്തിന്റെ നേതൃത്വത്തിൽ ഷീ സൈക്ലിംഗും ഇന്റസ് മീഡിയയും ചേർന്നാണ് യാത്രയൊരുക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലഹരി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തെ ഭയങ്കരമായിട്ട് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികളെ മാത്രമല്ല കുറ്റമല്ല, കുട്ടികളെ മുതിർന്നവർ നല്ലപോലെ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പം അവരിലൂടെ ഒരു സന്ദേശം എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളീയം ഇങ്ങനൊരു യാത്ര തുടങ്ങണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിലുള്ള ഷീ സൈക്ലിംഗ് സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ 5 ദിവസം കൊണ്ട് ഓരോ ദിവസവും ഒരു 2-3 സ്കൂളുകളിൽ ഈ ലഹരിയുടെ ക്യാമ്പയിനായിട്ട് പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഒരു നാടൻപാട്ട് സംഘവും ചെറിയൊരു നാടക സംഘവും ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ MA സീനത്താണ് ക്യാപ്റ്റൻ. ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ലഹരിക്കെതിരെയാണ്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള നമ്മുടെ ലക്ഷ്യം. നമ്മളമ്മമാർ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ 12 അമ്മമാർ കൂടി ചേർന്ന് ലഹരിക്കെതിരെയുള്ള യാത്ര. 60-കാരി ലൈല നിസാറാണ് റൈഡർമാരിലെ മുതിർന്ന അംഗം. റൂഹി യൂസഫ് സെയ്ദ്, സുനിത ഗഫൂർ, ബേബി നാസ്, PA സൈനബ, മുംതാസ് കബീർ, ട്രീസ സെബാസ്റ്റ്യൻ, ജെസി ജോണി, PA റഹാന, ഷബാന ബായ്, ഷംല സുലൈമാൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. എനിക്കിപ്പോൾ 57 വയസ്സുണ്ട്. 53ാമത്തെ വയസ്സിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഇതുവരെയും ഞാൻ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഓടിക്കാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് വളരെ ഉപകാരമുണ്ടായി. ഹെൽത്ത് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും എനിക്ക് നേട്ടം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം എൻ്റെ ആവശ്യങ്ങൾക്ക് സൈക്കിൾ ഓടിച്ച് തന്നെയാണ് പോകുന്നത്. നവംബർ 8-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപനത്തിൽ 50-ലധികം വരുന്ന വനിതാ സൈക്ലിസ്റ്റുകൾ പങ്കെടുക്കും. യാത്രയ്ക്ക് മുന്നോടിയായി കേരളീയം ഭാരവാഹികൾ 12 അംഗ സംഘത്തിനും യാത്രയ്ക്കായുള്ള സൈക്കിൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,